എൻ്റെ അച്ഛ, കെട്ടിയവൻ കണ്ടില്ലേലും മക്കൾ കണ്ടില്ലേലും മരുമക്കൾ കണ്ടില്ലേലും തമ്പുരാൻ കാണുന്നുണ്ടല്ലോ. എവിടെ ഇരുന്നാന്നറിയത്തില്ല, ദൈവം കാണുന്നുണ്ടല്ലോ. വിശുദ്ധനെ ദൈവം കണ്ടു. 90 വർഷം കഴിഞ്ഞും ആ കല്ലറയിൽ നമ്മൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കും, പരിശുദ്ധനെ വിളിച്ച് പ്രാർത്ഥിക്കും. കാരണം ദൈവം കണ്ട ജീവിതം. നവതി ആഘോഷിക്കുമ്പോഴും ആ വിശുദ്ധനെ ഓർക്കുന്നു, കാരണം ദൈവം കണ്ട ഒരു ജീവിതമാണ്. ചില ആൾക്കാർ ഞങ്ങളുടെയൊക്കെ ദേറായിൽ സംഭാവന കൊണ്ട് തരും. രസീത് കൊടുക്കുമ്പോൾ പറയാം, രസീത് വേണ്ട. അതെന്താ? ആരെ കാണിക്കാൻ രസീത്? തമ്പുരാൻ കണ്ടാൽ മതി, ദൈവം കണ്ടാൽ മതി. TN ശേഷൻ ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്ന കാലഘട്ടം അദ്ദേഹം തൃശ്ശൂരിൽ ഒരു പ്രോഗ്രാമിന് പോകും. ഗുരുവായൂരിൽ ക്ഷേത്രം പണിയുന്ന ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാർ ശേഷൻ്റെ അടുക്ക വന്ന് ക്ഷേത്രം പണിയുന്ന കാര്യം പറഞ്ഞു. ശേഷന് മനസ്സിലായി സംഭാവന ലക്ഷ്യം. TN ശേഷൻ അന്ന് 2001 രൂപ കൊടുത്തു. അവർ റിസിപ്റ്റ് എഴുതി, TN ശേഷൻ ഇലക്ഷൻ കമ്മീഷൻ ഇന്ത്യ ഡൊണേഷൻ 2001 രൂപ. രസീത് കൊടുത്തപ്പോൾ ശേഷം പറഞ്ഞു, രസീത് വേണ്ട. അതെന്താ? ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ കണക്ക് വെക്കുകയല്ല, ദൈവം കണ്ടാൽ മതി. പൗരശിവനെ എന്തിനാ കഷ്ടപ്പെട്ട് ഞങ്ങളെ കൊണ്ട് രസീത് എത്തിപ്പിച്ചത്? അപ്പം ശേഷം പറഞ്ഞു, ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ദൈവം കണ്ടാൽ മതിയെങ്കിലും ദൈവത്തിൻ്റെ നാമത്തിൽ പിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കണക്ക് വേണം. അതുകൊണ്ട് രസീത് കത്തിച്ച് ദൂരെ കളഞ്ഞേരെ. ദൈവം കാണുന്നു എന്ന് ഉറപ്പ്. ഞായറാഴ്ച വിശ്രവാനിക്ക് വരുമ്പോൾ 10 രൂപ സ്തോത്രക്കാഴ്ചയിടാൻ കഴിവുള്ളയാൾ 50 ഇട്ടാൽ ദൈവം അത് കാണും. 50 ഇടാൻ കഴിവുള്ളവൻ 5 രൂപയിൽ ഒതുക്കിയാൽ ദൈവം അതും കാണും. ഒരു ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് അമ്മയും 7 വയസ്സുള്ള മോനും പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോവുക. പോകുന്ന വഴിക്ക് അമ്മ പറഞ്ഞു, എന്നാ ഒരു പള്ളിയാ, കുർബാനയ്ക്ക് ഭക്തിയില്ല, ഫാനിന് കാറ്റ് പോരാ, കസേരയ്ക്ക് ബലമില്ല, ആകെപ്പാടെ പൊടി പിടിച്ചിരിക്കുന്നു. പിന്നെ മോൻ്റെ മറുപടി, എൻ്റെ അമ്മ 5 രൂപയ്ക്ക് ഇതിലും കൂടുതൽ എവിടെ കിട്ടാനായിട്ട്? അല്ല, ഇടുന്ന ദൈവം, കാണുന്ന ദൈവം, എല്ലാം കാണുന്നവനായ ദൈവം. ഒരു മനുഷ്യൻ കാട്ടിൽ ആടിനെ മേയിച്ച് നടന്നു. ആടിനെ മേയിച്ച് നടന്നപ്പോൾ ഒരു മുട്ടാട് കൂട്ടം തെറ്റിപ്പോയി. അപ്പം ഈ മനുഷ്യൻ അവിടെയെല്ലാം തപ്പിയിട്ടും ഈ മുട്ടാടിനെ കണ്ടില്ല. ഇയാൾ ഒരു മരത്തെ കയറിന്ന് താഴത്തേക്ക് നോക്കി, അതിലെങ്ങാനും ആട് പോകുന്നുണ്ടോ? അങ്ങനെ നോക്കിയിരിക്കുമ്പം ഒരു കാമുകനും കാമുകയും പ്രേമം മൂത്ത് മരത്തിന് മൂട്ടി വന്നു. അവൻ അവളെ കെട്ടിപ്പിടിച്ച് അവിടെ കണ്ണു നോക്കി പറഞ്ഞു, ഓമനെ, നിന്റെ ഈ കണ്ണുകളിൽ ഈ ലോകത്തെ മുഴുവൻ ഞാൻ കാണുന്നു. ഉടനെ മരത്തെ ഇരുന്ന മനുഷ്യൻ, എൻ്റെ പൊന്നു മോനെ, അവിടെ എവിടെയെങ്കിലും എൻ്റെ ആടിനെ കണ്ട നീ പറയാനായിട്ട് മറന്നേക്കരുത്. കാണുന്നവനായൊരു ദൈവമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു പാത്രം പച്ചവെള്ളം പാവങ്ങൾക്ക് കൊടുത്താൽ ദൈവം കാണും. ചെറിയ നന്മയും വലിയ നന്മയും ദൈവം കാണും. ചെറിയ തിന്മയും വലിയ തിന്മയും ദൈവം കാണും. അപ്പം നമ്മുടെ ഈ സന്ധ്യാപ്രാർത്ഥന, വർഷം തോറും ആ വിശുദ്ധൻ്റെ കുഴിമാടത്തിലേക്ക് നടത്തുന്ന തീർത്ഥയാത്ര, രാത്രി പ്രാർത്ഥന, പ്രഭാത കുർബാന ഒക്കെ നമ്മൾ അർപ്പിക്കുമ്പം ആരും കണ്ടില്ലേലും ദൈവം കാണുന്നുണ്ട്. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ദൈവം കാണുന്നവനാ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 42-ാം തിരുവചനം, ചെറിയവരിൽ ഒരുവന് ഒരു പാത്രം പച്ചവെള്ളം കൊടുത്തപ്പോൾ ഞാനത് കണ്ടു. ദൈവം കാണുന്നവനാ. 2, ദൈവം കേൾക്കുന്നവനാ. 91 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരികയും 90 വർഷത്തിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ അനുസ്മരിക്കുകയും ചെയ്യുന്ന ആ വിശുദ്ധൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പ്രത്യക്ഷത്തിൽ അദ്ദേഹം വന്ന സമാധാന ദൗത്യം പൂർത്തിയായില്ല എന്ന് നമുക്ക് തോന്നിയാലും ദൈവം പ്രാർത്ഥന കേട്ടു. ആ ദൈവം പ്രാർത്ഥന കേട്ട പ്രാർത്ഥനയുടെ അത്ഭുതമാ ഈ സഭാ സമൂഹം. ഏതെല്ലാം പ്രതിസന്ധികളിലും തകർച്ചകൾക്കിടയിലും ആ വിശ്വാസത്തെ മുറുകി പിടിച്ച് ഒരു ജനമായി ഒരു ഇടയൻ്റെ കീഴിൽ ഒരുമിച്ച് നിൽക്കുന്ന അജഗണമാകാൻ സാധിക്കുന്നത് ദൈവം പ്രാർത്ഥന കേട്ടതുകൊണ്ടാണ്. ആ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവന് ജെറമിയായുടെ പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനം, ജെറമിയ 33:3, നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ്. നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ്. ദൈവം പ്രാർത്ഥന കേൾക്കും. ചിലപ്പം ഉടനെ ഉത്തരം, ചിലപ്പം കുറേ നാൾ കഴിഞ്ഞ് ഉത്തരം, ചിലപ്പം ചോദിച്ചതുപോലെ, ചിലപ്പം ചോദിച്ചതുപോലെ ആയിരിക്കുകയല്ല. പക്ഷെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം പലപ്പോഴും ഓർത്ത ഒരു കാര്യമുണ്ട്. കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. പലപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടില്ലെന്ന് എനിക്ക് തോന്നി. അന്ന് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ 1-ാമത്തെ പ്രാർത്ഥന കണക്ക് പഠിപ്പിക്കുന്ന ഏലിയാമ്മ ടീച്ചർ ചൂരവടി കൊണ്ട് വരുമ്പം കാലിലെടുത്ത് താഴെ വീണ് വലുത് ഉളുക്കിപ്പോണെന്ന് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ കുതിരെ തല്ലിയിട്ടതല്ലാതെ ടീച്ചറിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. ചില പ്രാർത്ഥനകൾ ഇങ്ങനെയുള്ള പ്രാർത്ഥനകളാണ്. ചിലപ്പോൾ ഉടനെ ഉത്തരം കിട്ടും, ചിലപ്പം ചോദിച്ചതിനേക്കാൾ കൂടുതൽ, ചിലപ്പം ചോദിച്ചതുപോലെ, ചിലപ്പോൾ ഉത്തരം കിട്ടിയില്ല എന്നും നമുക്ക് തോന്നാം. 2-ാം ശനിയാഴ്ച തോറും പള്ളിയിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരാൻറ്റി പറഞ്ഞു, എൻ്റെ ജോസഫ് അച്ഛാ,
ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒന്നും ദൈവം കേൾക്കുന്നില്ല. ഞാൻ ചോദിക്കുന്ന പിന്നെ അങ്ങനെയാണെങ്കിൽ നിർത്തിക്കൂടെ, എന്തിനാ ഇങ്ങനെ 2-ാം ശനിയാഴ്ച തോറും പ്രാർത്ഥിക്കാൻ വരുന്നത്? ഉടനെ ആൻറ്റി പറഞ്ഞു, എൻ്റെ അച്ഛ വരാതിരിക്കാൻ പറ്റുമോ? ചോദിക്കുന്നൊന്നും കിട്ടുന്നില്ലേലും ചോദിക്കാതെ എന്തെല്ലാമാ തന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് പ്രാർത്ഥന. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നത് പോലെ. എങ്ങനെയാ മഴ പെയ്യുക? സമുദ്രത്തിലെ വെള്ളം നീരാവിയായിട്ട് ഉയരും, മഴ മേഘമായിട്ട് കെട്ടിക്കിടക്കും, മഴത്തുള്ളിയായിട്ട് പെയ്തിറങ്ങും. ഇന്ന് ഇവിടെ ഇരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ബാവായുടെ കുഴിമാടത്തിൽ ജനം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, രാത്രിയിൽ നിങ്ങൾ കട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നീരാവി പോലെ ഉയരും. ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥനയുടെ മേഘമായിട്ട് കെട്ടിക്കിടക്കും. അത് അനുഗ്രഹത്തിൻ്റെ മഴത്തുള്ളിയായി പെയ്തിറങ്ങും. ഇവിടെ ഇരുന്ന് ഒരമ്മ അപ്പം പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ദൂരെ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുട്ടിയിൽ അനുഗ്രഹമായി മാറും. ഒരു ഭാര്യ പ്രാർത്ഥിക്കുമ്പോൾ ദൂരെയുള്ള ഭർത്താവിൽ അനുഗ്രഹമായിട്ട് മാറും. ഒരു ഭർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ UK ജോലി ചെയ്യുന്ന, ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു ഭാര്യയിലേക്ക് ഒന്ന് പ്രവർത്തിക്കും. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നമ്മുടെയൊക്കെ പ്രാർത്ഥന വൃഥാവിലാവില്ല. ദൈവം പ്രാർത്ഥന കേൾക്കുന്നത്. അപ്പം ഉള്ളുരുകി മനമുരുകി നമ്മൾ പ്രാർത്ഥിക്കണം. അവൻ കാണുന്നവനാണ്, അവൻ കേൾക്കുന്നവനാണ്. വീണ്ടും തമ്പുരാന് ഒരു സ്വഭാവമുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മുടെ പ്രാർത്ഥന കുറെ കഴിഞ്ഞ് കേട്ടതുപോലെ തോന്നും. അതാണ് ബൈബിൾ. നല്ലവരായ മനുഷ്യരുടെ പ്രാർത്ഥന ഉടനടി കേട്ടില്ല, കുറെ കഴിഞ്ഞ കേട്ടത്. ഉദാഹരണം, അബ്രാഹം 30-ാം വയസ്സിൽ അപ്പനാക്കണേന്ന് പ്രാർത്ഥിച്ചു. അപ്പനായപ്പം വയസ്സ് 100. 100-ാം വയസ്സിൽ ഒരു കുഞ്ഞില്ലല്ലോ എന്നോർത്ത് അബ്രാഹം മുൻവശത്തെ വരാന്തിയിൽ കുത്തിയിരിക്കുമ്പം പിന്നാമ്പുറത്തു നിന്നൊരു ശബ്ദം. നോക്കുമ്പം മിസ്സിസ് അബ്രാഹം സാറ കുത്തിയിരുന്ന് ഓക്കാനിക്കുന്നു. കിളിച്ചുണ്ടമ്മ കടിച്ചു പറിക്കുന്നു. വാളംപുളി ചുവച്ച് ഞണയുന്നു. ഓർത്ത 20-ലല്ല, ഓർക്കാത്ത 100-ാം വയസ്സിൽ. മോശ 20-ാം വയസ്സിൽ നേതാവാക്കാൻ പ്രാർത്ഥിച്ചു. നേതാവാക്കിയപ്പം വയസ്സ് 80. സക്കറിയ 30-ാം വയസ്സിൽ അപ്പനാക്കണമെന്ന് പ്രാർത്ഥിച്ചതാ. അപ്പനായത് എപ്പോഴാ? യോഹന്നാൻ മാഗ്ദാനയുടെ ബർത്ത്ഡേയും സക്കറിയയുടെ സപ്തതി ആഘോഷവും ഒരുമിച്ചായിരുന്നു. പ്രാർത്ഥിച്ചവനായ സക്കറിയ പ്രാർത്ഥനാ വിഷയം മറന്നുപോയി. പക്ഷെ ദൈവം മറന്നില്ല. അവൻ പ്രാർത്ഥന കേട്ടു, മറന്നില്ല. സക്കറിയ പരിശുദ്ധ മധുബഹയിൽ ധൂപമർപ്പിക്കുമ്പോൾ ദൂതനായ ഗബ്രിയേൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, സക്കറിയ, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. വന്ധ്യയെന്ന് മുദ്ര കുത്തപ്പെട്ട നിന്റെ ഭാര്യ എലീശ്വ വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. യൂദയാട് മരുഭൂമിയിൽ ക്രിസ്തുവിന് പാതയൊരുക്കുന്ന യോഹന്നാൻ മാഗ്ദാനി എന്ന് അവൻ അറിയപ്പെടും. സക്കറിയ ചോദിച്ചു, ഇതെങ്ങനെ ഒക്കും? ഇപ്പൊ ദൂതൻ ചോദിച്ചു, പിന്നെ എന്നെ ഒക്കുമെന്ന് ഓർത്തോണ്ടാ ചോദിച്ചുകൊണ്ടിരുന്നത്. ഒപ്പിച്ചു വന്നപ്പോൾ സംശയിക്കുകയാണ്. സക്കറിയ മറന്നു, പക്ഷെ ദൈവം മറന്നില്ല. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാ. നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നുണ്ട്. പക്ഷെ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ദൈവം പ്രാർത്ഥന കേട്ടില്ല. കാരണം നമ്മുടെയൊക്കെ പ്രാർത്ഥന മലയാള മനോരമ ആഴ്ചപ്പതിപ്പിൽ പണ്ടത്തെ കാർട്ടൂൺ കഥാപാത്രങ്ങളായിരുന്നു ബോബനും മോളിയും. ഒരു നാളിൽ ബോബനും മോളിയും സാമൂഹ്യ പാഠത്തിന് പരീക്ഷയ്ക്ക് പോയി. പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്നു. പ്രാർത്ഥനാമണിയിൽ മുട്ടുകുത്തി കൈവിരിച്ചവർ പ്രാർത്ഥിച്ചു, കർത്താവായ ദൈവമേ, ഗംഗാനദിയും യമുനാ നദിയും നീ പാകിസ്ഥാനിൽ കൂടെ ഒഴുകണേ. ഇതായിരുന്നു പ്രാർത്ഥന. കാരണം സാമൂഹ്യ പ്രാർത്ഥന പേപ്പറിൽ ഒരു ചോദ്യം, ഗംഗായും യമുനായും ഒഴുകുന്ന രാജ്യം ഏത്? ബ്രാക്കറ്റിൽ 4 സ്ഥലങ്ങളുടെ പേര്: പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ബർമ്മ, ഇന്ത്യ. ഉത്തരം അറിയത്തില്ലാത്ത കുട്ടികൾ മുകളിലുള്ള ഉത്തരത്തെ നോക്കിയിട്ട് പേന കറക്കി ഒരു കുത്ത്. ബോബനും മോളിയും കറക്കി കുത്തുകൊണ്ടത് പാകിസ്ഥാനിൽ എടുത്തെഴുതി പാകിസ്ഥാൻ. പുറത്തിറങ്ങിയപ്പോൾ വിവരമുള്ള കുട്ടികൾ പറഞ്ഞു, മണ്ടച്ചാരെ മണ്ടി, ഗംഗായും യമുനായും ഇടുന്നത് പാകിസ്ഥാനിൽ കൂടിയല്ലേ, ഭാരതത്തിൽ കൂടിയല്ലേ? ഇനി ഒരു മാർഗം ഇടണോ? ഒരു വലിയ കോലും കൊണ്ട് ദൈവം വന്ന ഗംഗാ യമുനായി കുത്തിപ്പറിച്ച് പാകിസ്ഥാനിൽ എത്തിക്കണം. പലപ്പോഴും നമ്മുടെ പ്രശ്നം ഇതാ. പല കാര്യവും നമ്മൾ തീരുമാനിച്ചു, ഒരു ചെക്ക് കൊടുക്കുക, ദൈവം ഒപ്പിട്ട് തന്നാൽ മതി. അതല്ല, ദൈവം പ്രാർത്ഥന കേൾക്കും. ഉപരിനന്മ വരുമെങ്കിൽ അനുവദിച്ചു തരും, ഉപരിനന്മ വരില്ലെങ്കിൽ ദൈവം അനുവദിക്കത്തില്ല. 1 അവൻ കാണുന്നവൻ, 2 കേൾക്കുന്നവൻ, 3 അവൻ അറിയുന്നവൻ. യോഹന്നാൻ 2:25. മനുഷ്യന്റെ ഉള്ളിൽ എന്തെന്നറിഞ്ഞുകൊണ്ട് അവൻ യൂദാസിനെയും ശിഷ്യഗണത്തിൽ ഉൾപ്പെടുത്തി. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ഉറപ്പാണ് ദൈവം അറിയും. വിഘടിത സഭകൾ അറിഞ്ഞില്ലെങ്കിൽ, സഭാംഗങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ, വിമർശിക്കുന്നവരറിഞ്ഞില്ലെങ്കിൽ, കോടതി അറിഞ്ഞില്ലെങ്കിൽ, പോലീസ് അറിഞ്ഞില്ലെങ്കിൽ അറിയുന്ന ഒരു ദൈവമുണ്ട്. യോഹന്നാൻ 2:25. ദൈവമെല്ലാം അറിയുന്നവനാ. ഇതാണ് നമ്മുടെ ഉറപ്പ്, വിശ്വാസത്തിന്റെ ഉറപ്പ്. പലപ്പോഴും മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഓർമ്മ ഇതാരും അറിയുകയില്ലെന്നാണ്. പക്ഷെ ചെയ്യുന്നതെല്ലാം ദൈവം അറിയും. മുറിക്കുള്ളിൽ രഹസ്യമായി ചെയ്യുന്നതോ പുരമുകളിൽ വിളിച്ചു പ്രഘോഷിക്കും എന്നാണ് തിരുവചനം കുറിക്കുക. 4
അവൻ ഇറങ്ങി വരുന്നവനാണ്. അവൻ ഇറങ്ങി വരുന്നവനാണ്. അതല്ലേ തമ്പുരാന്റെ പ്രത്യേകത. അവൻ ഇറങ്ങി വരുന്നവൻ. വിശുദ്ധ ബൈബിളിലെ ദൈവം എവിടെയോ ഇരിക്കുന്ന ദൈവമല്ല, മനുഷ്യന്റെ ആവശ്യങ്ങളിൽ ഇറങ്ങി വരുന്ന ദൈവമാണ്. വിശക്കുമ്പോൾ മന്നയായി ഇറങ്ങി വരും. ദാഹിക്കുമ്പോൾ വെള്ളമായി ഇറങ്ങി വരും. ഇറച്ചിക്ക് വേണ്ടി കൊതിക്കുമ്പോൾ സീനായി സമതലത്തിൽ കാടപ്പക്ഷിയായി ഇറങ്ങി വരും. വൈദികന്റെ കരങ്ങളിൽ അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ അവൻ അൾത്താരിയിൽ ഇറങ്ങി വരും. കാണുന്നവൻ, കേൾക്കുന്നവൻ, അറിയുന്നവൻ, ഇറങ്ങി വരുന്നവൻ. ഇതാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്ന ബോധ്യം. വിശുദ്ധ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പ്രാർത്ഥനയുടെ ഒരു സുവിശേഷമുണ്ട്. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം. പ്രാർത്ഥനയുടെ സുവിശേഷം. ലൂക്കോസിന്റെ സുവിശേഷം മുഴുവൻ പ്രാർത്ഥനയാണ്. 2 പാപികളുടെ സുവിശേഷം. ഒരുപാട് പാപികളെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും പറയുന്നുണ്ട്. 3 ഇന്നിൻ്റെ സുവിശേഷം. ഇന്ന് എന്ന വാക്ക് ഏറ്റവും കൂടുതൽ ലൂക്കായിലാണ് കാണുക. ആദ്യ അവസാനമുള്ള വാക്കാണ് ഇന്ന്. ലൂക്ക 2:11 ഇന്ന് നിങ്ങൾക്കായി രക്ഷകൻ പിറന്നു. ലൂക്ക 4:21 ഇന്ന് തിരുവെഴുത്തുകൾ നിറവേറി. ലൂക്കോസ് 19:5 ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കും. ലൂക്കോസ് 19:9 ഇന്ന് നിന്റെ കുടുംബം രക്ഷപ്പെട്ടു. ലൂക്കോസ് 23:43 ഇന്ന് രാത്രി എന്നോടുകൂടി നീ പരദീസയിലായിരിക്കും. ഇന്നലെയെക്കുറിച്ച് പറയാകല്, നാളെക്കുറിച്ച് വ്യക്തത വേണ്ട. ഇന്നിൽ ജീവിക്കുക, ദൈവം കാണും. അപ്പം പ്രാർത്ഥനയുടെ സുവിശേഷം. 2 ഇന്നിൻ്റെ സുവിശേഷം. 3 ഇത് മാർഗത്തിലെ സുവിശേഷമാണ്. മാർഗം. അതുകൊണ്ടാണ് അവർ ലൂക്കാ സുവിശേഷത്തിൽ ഒരുപാട് യാത്രയാണ്. മാർഗത്തിലെ യാത്രകളാണ്. ജെറുസലേമിലേക്കുള്ള യാത്ര, ബേത്ലഹേം യാത്ര, എമ്മാവൂസ് യാത്ര, സമരിയാക്കാരൻ്റെ യാത്ര. അതുകൊണ്ട് ആദിമ ക്രൈസ്തവരെ വിളിച്ച വാക്ക് പീപ്പിൾ ഓഫ് ദ വേ. മാർഗത്തിലെ ആൾക്കാർ, വഴിയിലെ ആൾക്കാർ. അതിൽ നിന്നും കേരളത്തിലും ക്രൈസ്തവർക്ക് പണ്ടൊരു പേര് വീണു, മാർഗവാസികൾ. അത് അപഹേളനമല്ല. വഴിയിൽ വസിക്കുന്നവർ, മാർഗത്തിൽ ജീവിക്കുന്നവർ. അപ്പം ഇത് വഴിയിലെ സുവിശേഷമാണ്. 4 ഈ സുവിശേഷം ജോഡികളുടെ സുവിശേഷമാണ്. ജോഡികളുടെ സുവിശേഷം. ഒരു ജോഡി ആൾക്കാരെ കാണിക്കുന്നത് ലൂക്കോസിൽ മാത്രമാണ്. പരിസേയൻ, ചുങ്കക്കാരൻ. ധനവാൻ, ലാസർ. മൂത്തപുത്രൻ, ധൂർത്തപുത്രൻ. ഇടതുവശത്തെ കള്ളൻ, വലതുവശത്തെ കള്ളൻ. മർത്ത, മറിയം. ഇപ്പം ജോഡികളുടെ സുവിശേഷം. ഇത് വീണ്ടും സ്ത്രീകളുടെ സുവിശേഷം. ഏറ്റവും കൂടുതൽ യേശുവിന് സുഹൃത്തുക്കളായ സ്ത്രീകളെക്കുറിച്ച് പറയും. ഇപ്പം ഏറ്റവും വലിയ ഊന്നൽ പ്രാർത്ഥനയ്ക്കാണ്. 1-ാം അധ്യായം ആരംഭിക്കുന്നത് സക്കറിയാവിൻ്റെ ദേവാലയ പ്രാർത്ഥന. 24-ാം അധ്യായം അവസാനിക്കുന്നത് എമ്മാവൂസ് ശിഷ്യന്മാരുടെ ജെറുസലേം പ്രാർത്ഥന. ക്രിസ്തുവിന്റെ മാമോദീസ പട്ടിയെയും പന്നിയെയും പോത്തിനെയും കുളിപ്പിക്കുന്ന കുളത്തിലല്ല. അവന്റെ മാമോദീസ അവൻ പ്രാർത്ഥനയിൽ മുങ്ങി നിന്നപ്പോഴാണ്. അവന്റെ പ്രലോഭനം നടക്കുന്നത് പ്രാർത്ഥനയുടെ ആലയമായ ദേവാലയ ഗോപുരത്തിലാണ്. മുഴുവൻ പ്രാർത്ഥനയാണ്. 11-ാം അധ്യായം പ്രാർത്ഥനയുടെ 3 രീതികൾ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ മനുഷ്യനായ പരിശുദ്ധ പിതാവിനെ ആദരവോടെ അനുസ്മരിക്കുമ്പോൾ നമ്മളോടും പറയുന്നു, ഈ പ്രാർത്ഥനയുടെ 3 രീതികൾ നമ്മളും അഭ്യസിക്കണം. ഇത് വിശുദ്ധയിലുണ്ടായിരുന്നു ഈ 3 രീതികൾ. 1 വാചിക പ്രാർത്ഥന, 2 മാനസിക പ്രാർത്ഥന, 3 ആത്മാവിലെ പ്രാർത്ഥന. പിതാവിൻ്റെ സമാപന ദിവസങ്ങളിൽ അവസാനത്തെ 1 വർഷക്കാലം ഈ 3-ാമത്തെ പ്രാർത്ഥനയിലേക്ക് വളർന്നു വന്നുവെന്നാണ് വിശുദ്ധനെക്കുറിച്ച് പറയുക. ആത്മാവിലെ പ്രാർത്ഥന. 3 പ്രാർത്ഥനകൾ നമുക്കെല്ലാവർക്കും ഉണ്ട്. 1 വെർബൽ പ്രെയർ, വാചിക പ്രാർത്ഥന. ലൂക്കോസ് വിശേഷം 11-ാം അധ്യായം 9 മുതൽ 11 വരെ വാക്യങ്ങൾ. ലൂക്കോസ് 11, 9 മുതൽ 11 വരെ വാക്യങ്ങൾ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും, വാചിക പ്രാർത്ഥന. അന്വേഷിക്കുവിൻ, കണ്ടെത്തും, മാനസിക പ്രാർത്ഥന. മുട്ടുവിൻ, തുറക്കപ്പെടും, സ്പിരിച്വൽ പ്രെയർ, ആത്മാവിലെ പ്രാർത്ഥന. പ്രാർത്ഥനകളിൽ ഏറ്റവും ഗ്രേഡ് കുറഞ്ഞത് 1-ാമത്തേതാണ്. ചോദിക്കുവിൻ, ലഭിക്കും. പള്ളിയിൽ പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, ധ്യാനത്തിന് പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, കൺവെൻഷനിൽ പങ്കെടുക്കുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ, പരിശുദ്ധൻ്റെ കബറിടത്തിലേക്ക് പോകുന്നത് ആവശ്യങ്ങൾ ചോദിക്കാൻ. എന്താ പ്രശ്നം? ആവശ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പം പ്രാർത്ഥന ബോറാകും. പിന്നെ കറങ്ങുന്ന വാന്, കരയുന്ന പിള്ളേർ, ഓടുന്ന പട്ടി, നിരങ്ങുന്ന കസേര നോക്കിക്കൊണ്ടിരിക്കും. ആവശ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, പിന്നെ പ്രാർത്ഥനാവിഷയമേ ഇല്ല. അവിടെ സംഭവിക്കുന്ന എന്താ? ദൈവത്തിന് ഇൻഫർമേഷൻ കൊടുക്കാൻ ദേവാലയത്തിൽ പോകും. ദൈവത്തിന് അറിയിപ്പ് കൊടുക്കുക. ദൈവമേ, പെരപണി നടക്കുക, ലോൺ തരണം കേട്ടോ. കുട്ടിയുടെ പരീക്ഷയാണ്, മറക്കില്ല കേട്ടോ. വയറ്റിൽ കൊളുത്തപ്പെടുത്തമുണ്ട്, കുഴപ്പമുണ്ടാകരുത് കേട്ടോ. ജപ്തിക്ക് സാധ്യതയുണ്ട്, കൈവിടല് കേട്ടോ.
അറിയിപ്പ് കൊടുത്തു, പ്രാർത്ഥന തീർന്നു. അറിയിപ്പ് കൊടുത്തു, പ്രാർത്ഥന തീർന്നു. അല്പം കൂടെ വളരണം. അത് രണ്ടാമത്തേതാണ് മെൻ്റൽ പ്രെയർ. മാനസിക പ്രാർത്ഥന. അന്വേഷിക്കുവിൻ, കണ്ടെത്തും. പകുതി സമയം തമ്പുരാനോട് പറയും, പകുതി സമയം തമ്പുരാനെ കേൾക്കും. പകുതി സമയം പറയാനും പകുതി സമയം കേൾക്കാനും. അത് പ്രാർത്ഥനയുടെ വളർച്ച. മൂന്നാമത്തെ സ്റ്റേജിലായിരുന്നു പിതാവിനെ കുറിച്ച് നമ്മൾ ബാബയെക്കുറിച്ച് പറയുക. തേർഡ് സ്റ്റേജ് തിരിയൻ ബാബയുടെ മൂന്നാമത്തെ സ്റ്റേജായിരുന്നു സ്പിരിച്വൽ പ്രെയർ. ആരോടും ഒന്നും പറയുന്നില്ല, തമ്പുരാനെ നോക്കിക്കൊണ്ടിരിക്കും. അവൻ്റെ കുരിശനെ നോക്കും, സ്വയം ഉത്തരം കണ്ടെത്തും. എല്ലാ യത്നങ്ങളും പരാജയപ്പെട്ടപ്പോൾ, സകല പരിശ്രമങ്ങളും പരാജയം തോന്നിയപ്പോൾ ഒന്നേ ഉള്ളൂ, ക്രൂശിതനെ നോക്കി, കുരിശനെ നോക്കി അങ്ങിരുന്നു. ഇത് ആത്മാവിലെ പ്രാർത്ഥന. പ്രാർത്ഥനയുടെ 3 സ്റ്റേജുകളാണ്. ഇത് നമുക്കൊക്കെ ഉണ്ട്. ഓർത്താൽ മതി, പ്രാർത്ഥനയുടെ 3 സ്റ്റേജുകൾ. കുട്ടിക്കാലത്ത് നമ്മൾ അമ്മയുടെയും അപ്പൻ്റെയും കയ്യെ പിടിച്ചു തൂങ്ങി തിരുനാളിന് ചെന്നപ്പോൾ പറഞ്ഞു, അമ്മേ ഉടുനാട മേടിച്ചതാ, ഊത്തപ്പം മേടിച്ചതാ, ബലൂൺ മേടിച്ചതാ, വിസിരി മേടിച്ചതാ. അതെല്ലാം അമ്മ അപ്പൻ മേടിച്ചതും. ഈ കുട്ടി വളർന്നു വന്നു, ജോലി കിട്ടി, ശമ്പളം കിട്ടുമ്പോൾ കുട്ടി തിരിച്ചു ചോദിക്കും, അമ്മയ്ക്ക് ഞാൻ എന്നാ മേടിച്ചു തരണം, അപ്പന് ഞാൻ എന്നാ മേടിച്ചു തരണം. അമ്മയുടെ കണ്ണ് നിറയും, അപ്പൻ്റെ കണ്ണ് നിറയും. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കുട്ടിക്കാലത്ത് ജോലിതാ, ഭാര്യതാ, ഭർത്താവിനെതാ, വണ്ടിതാ, വീടിതാ, ശമ്പളം താ, ഉടുനാടതാ, ഊത്തപ്പന്താ, ബലൂൺതാ. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറച്ചങ്ങോട്ട് വളർന്നു കഴിയുമ്പോൾ ചോദിക്കും, അമ്മയ്ക്ക് എന്നാ മേടിച്ച് തരണം, നിന്റെ ഇഷ്ടം നിറവേറ്റാൻ ഞാൻ എന്നാ ചെയ്യണം. അതാണ് പ്രാർത്ഥനയുടെ വളർച്ച. ഈ വളർച്ചയിലേക്ക് നമ്മൾ വരണം. എന്നെ പലപ്പോഴും ആൾക്കാർ ചില കൂട്ടം കാര്യങ്ങൾക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോകും. 1, പെരയ്ക്ക് കല്ലിടാൻ. 2, വിൽക്കാതെ കിടക്കുന്ന ഭൂമി കച്ചവടമാക്കാൻ വേണ്ടി. 3, കല്യാണം കഴിഞ്ഞ നാളുകളായിട്ടും കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ മക്കളുണ്ടാകാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ വിളിച്ചുകൊണ്ട് പോകും. 4മതൊരു കൂട്ടത്തിനും കൂടെ എന്നെ വിളിക്കാറുണ്ട്. അത് കാരണവന്മാർ മരിക്കാൻ കിടക്കുക, പുറത്തെ തൊലിയെല്ലാം പൂട്ടി എണ്ണയും പേടി ദുർഗന്ധമായിട്ട് കട്ടിലേക്ക് കിടക്കുന്നു. മരിച്ചാൽ കൊള്ളാവുന്ന അവർക്കും പൊക്കോട്ടെ എന്ന് വീട്ടുകാർക്കും ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാൽ 2-1 ഉറപ്പ്. ഒന്നെങ്കിൽ കക്ഷി പൊങ്ങിപ്പോരും, അല്ലെങ്കിൽ കുഴിയിലോട്ട് പോകും. പൊങ്ങിപ്പോന്നാൽ പിന്നെ അടുത്ത കാലത്ത് തിരിച്ചു പോകത്തുമില്ല. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് 20ഓളം അപ്പനമ്മമാർ മരിച്ചിട്ടുണ്ട്. ഈയിടെ ഞാൻ ആ പ്രാർത്ഥന നിർത്തി. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നെഞ്ചത്തൊരു ഒരു തീ. ഞാനെങ്ങാനും മരിച്ചിരുമ്പം ഇവന്മാരും കൂടി എൻ്റെ കാലെ പിടിച്ച് വലിച്ചാലോ ഒരു ഭയം. എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ തൊലി പൊട്ടി 2 വർഷമായി കട്ടിലേക്ക് കിടക്കുക. ഇവനും ഇവൻ്റെ ഭാര്യയും മടുത്തു. ഇവൻ്റെ ഭാര്യ പറഞ്ഞു, ജോസഫ് അച്ഛൻ സ്നേഹിതരല്ലേ, ഒന്ന് വിളിച്ച് അപ്പന് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പിച്ചാലോ. ഞാൻ ചെന്നു. അപ്പൻ ദീർഘക്ഷീണം, അമ്മയ്ക്ക് അസുഖമൊന്നുമില്ല. അമ്മ നത്തുപോലെ കുത്തിയിരിക്കും. ഇടയ്ക്ക് ചൊറിഞ്ഞ വർത്താനം പറയാൻ വേണ്ടി വാ വിളിക്കും. ഈ മകൻ്റെ ഭാര്യ അമ്മയെ കൊണ്ടും മടുത്തു. ഞാൻ കുറേ സമയം പ്രാർത്ഥിച്ച് പോരാൻ നേരത്ത് പറഞ്ഞു, കൂടിയാൽ 3 ആഴ്ചയെ ഈ അപ്പൻ ജീവിക്കുകയുള്ളൂ. അതിൻ്റെ അടയാളമൊക്കെ ദേഹത്ത് കാണുന്നുണ്ട്. നീ 3 ആഴ്ച വീട് വിട്ട് പോയേക്കല്ലേ. അപ്പം ഇല്ല. കാപ്പി കുടിച്ചിട്ട് ഞാൻ ഇറങ്ങിപ്പോരുമ്പോൾ ഇവൻ്റെ ഭാര്യ എൻ്റെ കയറെ പിടിച്ച് ഒറ്റ വലി. ഞാൻ എന്നാടിന്ന് ചോദിച്ചു. അച്ഛന് പറ്റുമെങ്കിൽ മറ്റേ കൈ അമ്മയുടെ തലയിൽ കൂടെ ഒന്ന് വെച്ചിട്ട് പോകാവോ. പല്ലും പ്രാർത്ഥനയെക്കാളുന്ന രീതിയാണ്. ഇപ്പം പ്രാർത്ഥിക്കുന്ന ദൈവം നമുക്ക് ഉത്തരം തരും, ആ ഉറപ്പ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം തരും. ഈ തമ്പുരാൻ ആരെ പോലെ ദൈവത്തിൻ്റെ കാര്യം ഓർക്കും. ഞാനോർക്കും, ദൈവമേ എന്തോ ഒരു കാര്യം ശ്രദ്ധിച്ചാല രാത്രി 11 കർത്താവൊന്ന് ഉറങ്ങാമെന്ന് കരുതുമ്പോൾ ഞങ്ങൾ ധ്യാനിപ്പിക്കുന്ന അച്ഛന്മാർ പറയും, തമ്പുരാനെ ഇന്ന് കുഴപ്പമില്ല, നാളത്തെ കാര്യം ഓർത്തോണം കേട്ടോ, ഉറങ്ങാൻ പറ്റുമോ. വെളുപ്പിനെ 4 കർത്താവ് ഉറങ്ങുമ്പോൾ നമ്മുടെ വീട്ടിലെ അമ്മച്ചിമാർ കയ്യും പിരിച്ച് തമ്പുരാനെ പിടിച്ച് പ്രഭാത പ്രാർത്ഥന ആരംഭിക്കും. വിളിച്ച് കരയും. ഒരിക്കലും പറ്റിയല്ല. ഞാൻ എൻ്റെ വീട് കട്ടപ്പന എടുത്ത് വലിയ തോവാളയാണ്. അപ്പം ഞങ്ങൾ കട്ടപ്പനക്കാരൻ പ്രാർത്ഥിക്കും, മഴ തരണേ, ഇടുക്കി ഡാമിൽ വെള്ളം തരണേ. ആ സമയം കുട്ടനാട്ടുകാർ പ്രാർത്ഥിക്കും, മഴയരുതേ, വീട് വെള്ളത്തിൽ മുക്കരുത്. കപ്പ വാട്ടുന്നവൻ പ്രാർത്ഥിക്കും, മഴയരുതേ. കപ്പ ഇടുന്നവൻ പ്രാർത്ഥിക്കും, മഴ തരണേ. എല്ലാവരെയും കേൾക്കണം. ഈ കർത്താവ് ആരെ പോലെ 24 മണിക്കൂറും തുറന്നിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി പോലെയാണ്. എല്ലാവരെയും കേൾക്കണം. ഒരു ചെറുപ്പക്കാരൻ്റെ കുടലിൽ അൾസറായിട്ട് അവനെ അടിയന്തര ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ അവൻ അപ്പനോട് പറഞ്ഞു, എൻ്റെ അപ്പ തിയേറ്ററിൽ കയറുമ്പോൾ എനിക്ക് അപകടം വരാതിരിക്കാനും മരിക്കാതിരിക്കാനും ബോധം തെളിയുമ്പോൾ എനിക്ക് ധൈര്യം കിട്ടാനും ഡോക്ടർക്ക് കയ്യബദ്ധം പറ്റാതിരിക്കാനും
അപ്പം തിയേറ്ററിന് പുറത്ത് ഇറങ്ങുന്നത് വരെ കൈ വിരിച്ച് ബെഞ്ചിലിരുന്ന് പ്രാർത്ഥിച്ചോളൂ. അപ്പം കൈ വിരിച്ച് ബെഞ്ചിലിരുന്ന് പ്രാർത്ഥിച്ചു. ഇയാളെ നോക്കുമ്പോൾ ഇയാളേക്കാൾ പ്രായമുള്ള വേറൊരു മനുഷ്യനും അപ്പത്തിരുന്ന് കൈ വിരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇയാളോട് ചോദിച്ചു, എന്തിനാ കൈ വിരിച്ച് പ്രാർത്ഥിക്കുന്നത്? ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ മകൻ്റെ ഓപ്പറേഷനാ, മരിക്കാതിരിക്കാൻ, അപകടം വരാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അതിന് കൈ വിരിച്ച് പ്രാർത്ഥിക്കുക. ഇയാൾ പറഞ്ഞു, എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ താനെന്നാത്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അയാൾ പറഞ്ഞു, എൻ്റെ മോനാ ഡോക്ടർ, അവൻ്റെ ആദ്യത്തെ ഓപ്പറേഷനാണ്, കൈ വരയ്ക്കാതിരിക്കാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കേൾക്കുന്നവനായ ഒരു ദൈവമുണ്ട്. എല്ലാവരെയും കേൾക്കുന്നവനായ ദൈവം.